എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് നേരം കണ്ടാലോ? ഇതെൻ്റെ വൈകുന്നേരത്തെ കുറച്ച് നേരം മാത്രമാണ് കേട്ടോ. ഈ സമയത്ത് ഭയങ്കര മഴ വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താലോ വിചാരിച്ചിട്ട് കുട്ടീനെയും ടെറസൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഓപ്പൺ ടെറസായിട്ടുള്ളത്. അപ്പം ചുമ്മാ ഇതേപോലെയൊക്കെ ഡാൻസും കളിച്ച് ഇരിക്കുകയായിരുന്നു. ഞാനും ഹസ്ബൻഡും മോളുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾ ചുമ്മാ കളിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ മോളിപ്പോൾ നടന്ന് പഠിച്ചതേ ഉള്ളൂ. അവളിപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ കുറേ നടക്കാനുള്ള ആഗ്രഹമൊക്കെ വരുന്നതുകൊണ്ട് ഞാനും കൂടെ പോവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചുമ്മാ കുറച്ച് നേരമൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പുറത്തു കൂടെ നടത്തിക്കാറുണ്ട്. പക്ഷെ അവൾ പുറത്തു കൂടെയൊക്കെ നമ്മുടെ കൈവിരലൊപ്പം വേണം, എന്നാലേ അവൾ നടക്കുകയുള്ളൂ. പേടിയാണ് ഭയങ്കരമായിട്ട്. ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ നടത്തത്തിന് സ്പീഡും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നടക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ അങ്ങനെ ചുമ്മാ അവളെ കൂടെ നടത്തിപ്പിക്കുകയാണ്. വാ എന്ന് പറഞ്ഞിട്ട്. ഇവൾ 1 വയസ്സാവണേക്കാട്ടി മുമ്പ് എല്ലാവരും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, അയ്യോ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നടന്നല്ലോ, ഇവളെന്താ നടക്കാത്തത്? ഒരു 8-9 മാസമായപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അയ്യോ 1 വയസ്സ് കഴിഞ്ഞല്ലോ, കുട്ടി ഇതുവരെ നടന്നില്ലേ? ബട്ട് കറക്റ്റ് 1 വയസ്സും 3 മാസവും, അതായത് 15ാമത്തെ മാസം അവൾ നടന്നിട്ടുണ്ട്. റീൽസിലൊക്കെ അപ്പോൾ റീൽസാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള മെയിൻ സോഴ്സ്. റീൽസിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് 18 മാസം വരെ നടന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ കാര്യത്തിൽ ബോധേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷെ അവൾ 15ാമത്തെ മാസം തന്നെ നടന്നു. ഇപ്പം നടന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവളുടെ കാര്യത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കുട്ടിക്ക് മുടി വന്നില്ലേ, കുട്ടിക്ക് പല്ല് വന്നില്ലേ എന്ന്. പല്ലൊക്കെ ഇപ്പോൾ അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട്, മുടിയും പതിയെ വരുന്നുണ്ട്. അപ്പം മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അപ്പം തന്നെ പകുതി പ്രശ്നം തീരും. ഓരോ കുട്ടികൾക്കും ഓരോ സമയമുണ്ട് ഈ മുടി വരാനും അതുപോലെ തന്നെ പല്ല് വരാനും കുട്ടികൾ നടക്കാനും ഇരിക്കാനൊക്കെ ഓരോ കുട്ടികളും വ്യത്യസ്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടീനെ കണ്ടിട്ട് മറ്റേ കുട്ടീനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ പറയണമെന്നാണ്, ചുമ്മാ പറഞ്ഞു പോയതാണ്. പിന്നെ ഇതാ അങ്ങനെ കുറേ കളിക്കുകയാണ്. നല്ല രസമാണ് ഇപ്പോൾ അവളുടെ അങ്ങനെ പിച്ച വെച്ച് നടക്കുന്നത് കാണാൻ. നല്ല രസമാണ്. പിന്നെ അവളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയുമോ? വീണ് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അവൾ തനിയെ കൈ കൊട്ടും, അതായത് ക്ലാപ്പ് അടിക്കും. അവൾ തനിയെ വീണ് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ക്ലാപ്പ് അടിക്കും. എന്നിട്ട് അവൾ തന്നെ ചിരിക്കും. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. വീഴുമ്പോൾ അയ്യോ എന്ന് പറയണം പെട്ടെന്ന്. എനിക്ക് അയ്യോ എന്നൊക്കെ വരും, എന്നാലും അവളോട് ചുമ്മാ അങ്ങനെ ക്ലാപ്പ് അടിച്ച് കാണിച്ചു കൊടുക്കും. അപ്പം അവളും അതേപോലെ ക്ലാപ്പ് അടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. ആകാശവും കാര്യങ്ങളൊക്കെ ചുമ്മാ കാണിക്കാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യാൻ കയറും. ഈവനിങ്ങത്തുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ ഇന്നലെ ആയിരുന്നു ഈ വീഡിയോ എടുത്തത്. ഇന്നാണിപ്പം എഡിറ്റിങ്ങൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം തന്നെ യൂട്യൂബിൽ ഓരോ സംഭവങ്ങൾ ഇടാനും ചെയ്യാനൊക്കെ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിപ്പം എഡിറ്റിങ്ങിൻ്റെ ഒരു അപാകത ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ വോയിസ് ഓവർ ശരിയല്ല, പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രീതി ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം. പക്ഷെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഒരു നല്ലൊരു യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നവരെ പോലെ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ചുമ്മാ എനിക്കൊരു ടൈം പാസിന് വേണ്ടി ചെയ്യണതാണ്. കാണുമ്പോൾ എനിക്കൊരു രസം. പിന്നെ ഇതൊക്കെ നമ്മൾ ഗാലറിയിലൊക്കെ കുറച്ച് കാലം നിൽക്കുക, അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും. യൂട്യൂബിലൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ കടന്നോളുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തിടുന്നത്. ഇത് പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. പിന്നെ കുക്ക് ചെയ്യലായി. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. കുട്ടീനെ ആ സമയത്ത് കുട്ടിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവളുടെ ഏജിലുള്ള ഫ്രണ്ട്സൊന്നുമല്ല, അവളേക്കാൾ വലിയ 2ാം ക്ലാസ്സിൽ LKG അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ വൈകുന്നേരം വരും, അവളെ കളിപ്പിക്കാൻ വരും. അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം കളിക്കും. ആ ഗ്യാപ്പിൽ ഞാൻ അവർ കളിക്കണതും ഇടയ്ക്ക് കൂടെ നോക്കും. അതുപോലെ തന്നെ ഇതിൽ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യും. പക്ഷെ എനിക്കവർ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ ഞാൻ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് വരാറില്ല. അവരും ചെറിയ കുട്ടികളല്ലേ, ഇവളും ചെറിയ കുട്ടിയാണ്. അപ്പോൾ നമുക്ക്
പേടിയുണ്ടാവും. എനിക്ക് പേടിയുണ്ട്. അപ്പം ഞാൻ ഇടയിൽ കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഒന്ന് അവിടെ പോയി നോക്കി വരും. അങ്ങനെ പിന്നെ എൻ്റെ കൺവെട്ടത്ത് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നോക്കിയാൽ റൂമിൽ കാണാം. അതുകൊണ്ട് പിന്നെ വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഇഷ്ടപ്പെടാൻ മാത്രമേ ഈ വീഡിയോയിലൊന്നുമില്ല. ഇത് റാൻഡംലി എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. താങ്ക് യു.